ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് GTA 5 പോലത്തെ PC ഗെയിംസുകൾ എങ്ങനെ നമുക്ക് മൊബൈലിലൂടെ കളിക്കാമെന്നാണ്. അപ്പോൾ ഈ GTA 5 പോലത്തെ ഗെയിംസുകൾ PC മാത്രം ഇറക്കാനുള്ള കാര്യം, ഈ GTA 5 72 GB ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിംസുകളൊക്കെ നമ്മൾ മൊബൈലിലോട്ടൊക്കെ ഇറക്കിയാൽ മൊബൈൽ അടിച്ചു. അതുകൊണ്ടാണ് അവർ അത്രയും GB താങ്ങാൻ പറ്റുന്ന PC-ലോട്ടൊക്കെ അത് ഇറക്കിയത്. അപ്പോൾ ഈ ഒരു നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിം മൊബൈലിൽ കളിക്കാൻ പറ്റാത്തതിൽ കുറേ പേർക്കും സങ്കടമുണ്ട്. അപ്പോൾ അതൊക്കെ തീർത്ത് നമുക്ക് എങ്ങനെ ഇന്ന് GTA 5 മൊബൈലിൽ കളിക്കാമെന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് GTA 5 മൊബൈലിൽ കളിക്കണമെങ്കിൽ നമ്മൾ ബിക്കി ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈൽ ഡൗൺലോഡ് ആക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ആക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്, ബിക്കി. നമ്മൾ ഇതിനകത്ത് വിളിച്ച് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ചില ഗെയിംസുകളൊക്കെ സ്റ്റീം ലോഗിനിലൂടെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. സ്റ്റീം ലോഗിൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെയായിട്ട് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് കാണിക്കും. ഇതാണ് GTA 5. അപ്പോൾ ഈ ഗെയിംസുകൾ കളിക്കാൻ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല മൊബൈലിൽ. അപ്പോൾ ഈ ഒരു ക്ലൗഡ് ഗെയിമിങ്ങിൽ ഈ ഒരു GTA 5 കിട്ടും. അപ്പോൾ നമ്മളിത് പ്ലേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, ലോഗിൻ വിത്ത് ഗൂഗിളും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്ക് ഇല്ലാത്തവർക്ക് ഗൂഗിളിൽ ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഗൂഗിളാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ 2 ഗൂഗിൾ അക്കൗണ്ട് കാണിക്കും. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ പൂർണ്ണമായിട്ട് ലോഗിൻ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഇവിടെ നമുക്ക് ടൈമിൻ്റെ കാര്യം ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ടൈം എന്താണ്? ടൈം നമുക്ക് ഏൺ ചെയ്താൽ കളിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കാൻ സാധിക്കും, ഒറ്റ ടൈമേ കളിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു ആപ്പിൽ ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആഡ് കണ്ടാലേ ടൈം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ടൈം ഏൺ ചെയ്യാതെ നമുക്ക് PC ഗെയിംസുകളിനകത്തോട്ട് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഏൺ ചെയ്യണമെങ്കിൽ ആഡ് കാണാം. 10 ആഡുകൾ നമുക്ക് കണ്ടാൽ ടൈം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 10 ആഡുകൾ മൊത്തം നമുക്ക് കാണുകയാണെങ്കിൽ നമുക്ക് 20 മിനിറ്റ്സ് ടൈം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 20 മിനിറ്റ് ടൈം നമുക്ക് 10 ആഡുകൾ കണ്ടിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരാഡിൽ നമുക്ക് 2 മിനിറ്റ് വീതമായിരിക്കും കൂടുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലതെന്ന് വെച്ചാൽ അത് നമ്മളൊരു 2 ആഡൊക്കെ കാണുക. അപ്പോൾ തന്നെ നമുക്ക് 4 മിനിറ്റൊക്കെ കിട്ടും. ഈ 4 മിനിറ്റ് നമുക്ക് കളിച്ചിട്ട് പിന്നെയും കളിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 5 തവണയെങ്കിലും നമുക്ക് ഒരു ദിവസം കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 10 തവണ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ഈ 10 ആഡുകൾ വീണ്ടും കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുവരെ ഇത് ലോക്ക് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഏൺ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കളിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണിക്കും. നമ്മൾ വാച്ച് ആഡ് കൊടുത്തു. അപ്പോൾ ഗൈസ്, അപ്പം ഞാനിവിടെ 2 ആഡുകൾ കണ്ടിട്ടുണ്ട്. 2 ആഡുകൾ കണ്ടാലേ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള ടൈം കിട്ടുകയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ആഡുകൾ നമുക്ക് കാണണമല്ലോ. അപ്പോൾ നമ്മൾ 2 ആഡ് കണ്ടതിന് ശേഷം നമ്മൾ എത്ര ടൈം കിട്ടിയെന്ന് നമ്മൾ നേരെ മീരി പോവാം. അപ്പോൾ നമുക്കിവിടെ 5 മിനിറ്റ് ടൈം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ 1 മിനിറ്റ് നമ്മൾ ലോഗിൻ ബോണസായിട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കത് കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു ലെക്ക് വെച്ചുള്ള കളിയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ID ഒക്കെ നമുക്കൊന്ന് നോക്കി വെക്കണം. ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്താൽ ഇമെയിലിൻ്റെ താഴത്തായിട്ട് നമ്മുടെ ID കൂടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോമിലോട്ട് നമ്മുടെ GTA 5 നമുക്ക് പ്ലേ കൊടുക്കാവുന്നതാണ്. ഞാൻ പ്ലേ കൊടുത്താൽ നെറ്റ്വർക്ക് ചെക്ക് എന്ന് പറഞ്ഞ് കാണിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അമേരിക്കൻ റീജിയനും എടുക്കാം, ഏഷ്യൻ റീജിയനും എടുക്കാം. അത് അമേരിക്കൻ റീജിയൻ ആണെങ്കിൽ ഇച്ചിരി കൂടെ അട്രാക്റ്റീവ് ഗെയിമിംഗ് ആയിരിക്കും. പ്ലെയേഴ്സിനെ മാറ്റാം, പക്ഷേ അതിന് നല്ല GB നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ല നമുക്ക് സിംഗിൾ പ്ലെയർ കളിക്കണതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ ഏഷ്യൻ റീജിയനാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അതായത് നമ്മളങ്ങനെ ഏഷ്യൻ റീജിയൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് വരും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ആഡ് കണ്ടതിന് ശേഷം നമുക്കിങ്ങനെ കളിക്കും. ഇപ്പോൾ റെഗുലർ ക്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ക്യൂ മാറി നമുക്ക്
ഒരു ക്യൂ ആയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കയറി കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്യൂ ഒന്നും നിൽക്കാൻ നമുക്ക് കളിക്കണമെങ്കിൽ നമ്മളെ VIP കാർഡ് നമുക്ക് വേണം. VIP കാർഡ് വേണമെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യണം, ചില പൈസ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതല്ലാതെ നമുക്ക് കളിക്കണം, ഈ ക്യൂ നിൽക്കണം. അപ്പം ഞാനിവിടെ ഇത്രയും ക്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഗെയിം പ്ലേ കൊടുക്കുന്നില്ല. അപ്പോൾ ക്യൂ കഴിഞ്ഞാൽ നമുക്കിനകത്ത് എൻ്റർ ആവാനായിട്ടുള്ള ടൈം വരും. എൻ്റർ ആയി കഴിയണം. അപ്പോൾ അവർ തരുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്കത് കളിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആവട്ടെ, നമ്മൾ നേരെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് GTA 5 ഒരു മിഷൻ, GTA 5 തന്നെ ആദ്യത്തെ മിഷൻ ഫ്രാങ്ക്ലിൻ്റെയും ലാമറിൻ്റെയും മിഷൻ നമുക്ക് കാണിക്കും. അപ്പോൾ ആ ഒരു മിഷൻ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ഓപ്പൺ വേൾഡിൽ കളിക്കാനായിട്ടുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതും ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് ലെക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ക്യൂ 2 ക്യൂ ഒക്കെ വരും. അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ 700-200 അങ്ങനെയൊക്കെ വരും. ഒട്ടും ലെക്കില്ലെങ്കിൽ ചിലപ്പോൾ 1000-ന് മുകളിൽ ക്യൂ വരാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടും തന്നെ നിങ്ങൾ ക്യൂ വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചൊക്കെ ഇരുന്നാലേ നമുക്കത് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ ക്യൂ കഴിഞ്ഞാൽ നമുക്ക് GTA 5 കളിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിൽ ഈസി ആയിട്ട് GTA 5 കളിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും GTA 5 കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് വല്ല ഡൗട്ടും ഇല്ല നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലത്തെ വീഡിയോ സാധിച്ച് പറഞ്ഞാൽ ഫ്രണ്ട്സിന് നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ